ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായുള്ള കാര്യമാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. നമ്മള് ജീവൻ എന്ന് അർത്ഥമാക്കുമ്പോൾ ജീവന്റെ പല വശങ്ങളിലും, അത് മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും, നമ്മള് സ്പിരിച്വലി ക്ലാരിറ്റി, സ്പിരിച്വലി നമ്മൾ എന്താണെന്നുള്ളത് അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനെ നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുന്നത്. അത് ആസ്വാദനം എന്ന് പറയുമ്പോൾ ഒരു സുഖമല്ല, അതൊരു സന്തോഷകരമായി ഭൗതിക സാഹചര്യങ്ങളിൽ കിട്ടുന്ന പോലൊന്നല്ല. അതൊരു ക്ലാരിറ്റിയാണ്. ജന്മമരണ ചക്രത്തിന്റെ, സൃഷ്ടി അടിസ്ഥാനത്തിന്റെ, ഞാൻ ആരാന്നുള്ള ബോധത്തിന്റെ ഒരു തിരിച്ചറിവാണ് നമ്മൾ കിട്ടുന്നത്. അതിനെ നമ്മൾ ആധ്യാത്മികത എന്ന് വിളിക്കും. അത് സംഭവിക്കണമെങ്കിൽ പല രീതിയിലുള്ള മാർഗങ്ങളുണ്ട്. ചിലർ ജന്മന ചില ആത്മീയ പരിശീലനത്തോടുകൂടി ജന്മചക്രത്തിൽ കടന്ന് അവർ തേടുന്ന ആൾക്കാരുണ്ട്. അതിനെ അറിയണം, ആ വ്യക്തത വരാൻ. ചിലവര് ആ രീതിയിൽ മനുഷ്യ പരിണാമം എന്ന് പറയുമ്പോൾ ആകാശത്തുനിന്ന് പൊട്ടി വീഴുന്നതോ ഈശ്വരനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതോ അങ്ങനൊന്നും സംഭവമല്ല. നീയും ഞാനും ഒന്നാണ്. പക്ഷെ അതൊരു ഒന്നാവണമെങ്കിൽ അതിനൊരു യാത്രയുണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം തൃശ്ശൂര്, ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും ഒരു യാത്ര, ഞാനിപ്പോ കുംഭമേളയ്ക്ക് പോകും. കുംഭമേളയ്ക്ക് പോകുക എന്ന് പറയുമ്പോൾ അതിനൊക്കെ പ്രോസസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഞാനും ആ തത്വമസിയും അല്ലെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ഒന്നാണ്. അതിലേക്കുള്ളൊരു യാത്രയുണ്ട്. ആ യാത്രയെ കൈപിടിക്കുന്ന ഒരാളെ വിളിക്കുന്നവരാണ് ഗുരു. ഒരു ഗുരുവിന്റെ യഥാർത്ഥ ദൗത്യം ശിഷ്യരെ റിയലൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അവർക്ക് മോചനം, അവർക്ക് ജീവൻ എന്താന്നുള്ള, ജീവന്റെ പരിണാമം എന്താന്ന് അവരെ മനസ്സിലാക്കുകയും ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കുപരി തന്നെ ആനന്ദമുണ്ടെന്നും കുണ്ടലിനി ശക്തി ഉണരാൻ പറ്റുമെന്നും അതിലൂടെ ഊർജവുമായി, സൃഷ്ടിയുടെ ഊർജവുമായി ചേർന്നിരിക്കാൻ പറ്റുമെന്നുള്ള ഒരു തിരിച്ചറിവ് നൽകുന്ന ആളെയാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പം ഒരു ഗുരു ശ്രേഷ്ഠനാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വിരല് മാത്രം മതി നിങ്ങളെ ഒരു ആനന്ദത്തെ അല്ലെ ആ തിരിച്ചറിവിനെ, കുണ്ടലിനി ചൈതന്യത്തെ ഉയർത്താൻ. ഒരു മന്ത്രം മതി നിങ്ങളറിയാൻ നിങ്ങളിലേക്ക് ഒരു ഊർജത്തിന്റെ പ്രവർത്തനം തരാനായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള തിരിച്ചറിവിനെ നൽകാൻ ശേഷിയുള്ള ഒരാളാണ് ഗുരു. ഇപ്പം ആദിഗുരുജി ഫൗണ്ടേഷൻ നമ്മൾ ആരംഭിച്ചിട്ട് ഇത് പറഞ്ഞല്ലോ, എന്റെ ഒരു ഉയർന്ന തിരിച്ചറിവിന്റെ പ്രക്രിയയില് ഒരു മനുഷ്യന് പ്രവർത്തിക്കാൻ പരിമിതികളുണ്ട്. മനുഷ്യന് ഈ ശരീരത്തിൽ ചിലപ്പം ഒരു 30 വർഷം 40 വർഷം പ്രവർത്തിക്കാം. ഏതൊരു മനുഷ്യനും ഒരു 100 വർഷത്തിന് മുകളിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ഇവിടെ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നുകൊണ്ടുള്ളതിന് പലതിനും പരിമിതികളുണ്ട്. എപ്പോഴും ആത്മീയപരമായി, ആത്മീയതയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ ശരീരത്തിന് പരിമിതികൾ ഉള്ളതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഈ സൗരയുഗം കടക്കുന്നതിനനുസരിച്ച് സൂര്യചന്ദ്രന്മാരും ഭൂമിയും തമ്മിലുള്ള ബന്ധം അനുസരിച്ചും മനുഷ്യന്റെ ഈ ആത്മീയപരമായുള്ള പരിണാമത്തിനെ എപ്പോഴും മാറ്റങ്ങൾ സംഭവിക്കും. സൂര്യചന്ദ്രന്മാരുടെ മാറ്റത്തില് നമ്മുടെ ബോധോദയത്തിനും എല്ലാം തന്നെ മാറ്റങ്ങൾ. അതെല്ലാം ലോക ജനതയ്ക്കാണ് അതിന് പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പൊ ഒരു കൂട്ടം ജനങ്ങൾ സന്തോഷത്തെയും സമാധാനത്തെയും എല്ലാം ആഗ്രഹിക്കുന്നു. ഇതിന്റെ വേർവ്യത്യാസം സംഭവിക്കും. ഇവിടെ ദുരിതങ്ങളും പ്രശ്നങ്ങളും മാനസികപരമായിട്ടുള്ള വിഭ്രാന്തികളും സംഭവിക്കും. ഇത് ഓരോ സാഹചര്യത്തിലും സൂര്യചന്ദ്രന്മാരെ ഭൂമിയായിട്ടുള്ള ബന്ധപ്പെടുത്തിയാണ്. ഭൂമിയുടെ ഒരു ഊർജ്ജമാണ് നമ്മളും. അപ്പം നമ്മുടെ ഈ ഒരു ഊർജത്തിന് നമുക്ക് വേറൊന്നിനെയാണ്, നമ്മൾ ഈ സൂര്യന്റെയും ചന്ദ്രന്റെയും ഭൂമിക്ക് അപ്പുറത്തേക്കുള്ള ഒന്നിനെയാണ് അറിയാൻ ശ്രമിക്കുക, ശിവം. ഈ ലോകത്തെ നമ്മൾ വിളിക്കുന്ന മായ എന്നാണ്, റിയാലിറ്റി അല്ലാത്ത ഒന്നാണ്. അപ്പൊ അത് നമുക്കറിയാം. അത് ഒരിക്കലും ലോജിക്കലി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അതിന് ചില അനുഭൂതികൾ വേണം. ഇപ്പൊ ഞാൻ ട്രൂത്താണ് നിങ്ങളെ പറഞ്ഞ് എനിക്ക് ബോധിപ്പിക്കാൻ പറ്റില്ല. അത് എന്നിലൂടെയാണ് ഞാൻ പറയുന്നത്, ഞാൻ ട്രൂത്താണ്. അതൊരിക്കലും സത്യമാവണമെന്നില്ല. അത് ഞാൻ എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നിങ്ങൾ എന്നെ അനുഭവിച്ച് നിങ്ങൾ എന്നിലൂടെ മനസ്സിലാക്കി കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ ഞാൻ ട്രൂത്താണോ അതോ അൺട്രൂത്താണോ എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത്, ഇതൊരു ഞാനിപ്പോ പറഞ്ഞ ഉദാഹരണം പോലും മനസ്സിന്റെ തലത്തിലാണ്, അത് മനുഷ്യ ബുദ്ധിയിലാണ് ഗ്രഹിക്കുന്നത്. എന്നാൽ നിങ്ങൾ സൃഷ്ടി ബുദ്ധിയുടെ ഈ 2 കണ്ണുകൾ കൊണ്ടും നമുക്ക് ഇതിനെ ഗ്രഹിക്കാൻ പറ്റില്ല. അത് ബിയോണ്ട് ദ മൈൻഡാണ്, ബിയോണ്ട് ദ ബോഡിയാണ്. സെൽഫ് ഉണ്ട്, അത് കോൺഷ്യസ്നെസ് ആണ്. ആ സ്റ്റേറ്റിൽ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു അതിനെയാണ് നമ്മൾ സ്പിരിച്വൽ അവേക്കിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റിൽ ഒരാളെ എപ്പോഴാണോ ഇതിനെ ഗ്രഹിക്കാൻ ശ്രമിക്കുക, നമ്മൾ 3-ാം കണ്ണെന്നൊക്കെ പറയും. ആ 3-ാം കണ്ണിലൂടെ നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴേ ആത്മീയത എന്താണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇതിന്റെ അടിസ്ഥാനം നമ്മളിപ്പം ഒരു ക്ഷേത്ര നിർമ്മാണത്തിലൂടെ ഇപ്പൊ യോഗീശ്വര ലിംഗ സന്നിധി ഒരു ഉയർന്ന മാർഗത്തിന് വേണ്ടി നമ്മൾ സൃഷ്ടിച്ച ഒന്നാണ്.
ഒരു സാമ്പിളാണ്. മറ്റുള്ളവർക്ക് ഒരു മന്ത്രമില്ലാതെ, ഒരു തരത്തിലുള്ള ഒരു പരിശ്രമവും ഇല്ലാതെ സ്പിരിച്വാലിറ്റി എന്താന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ഒന്നാണ് യോഗേശ്വര ലിംഗ സന്നിധി. അതേപോലെ തന്നെ അനന്തനാഥ സ്വാമി പ്രതിഷ്ഠ, അതും മനുഷ്യ ഊർജത്തിന്റെ ഇൻഫിനിറ്റി പോലെ ഇരിക്കുന്ന ഈ സൃഷ്ടിയിൽ ഒരിക്കലും നിലയ്ക്കാത്ത ഈ ഒരു ആ ബോധത്തെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നാഗാരാധന ചെയ്യാറുണ്ട്. അപ്പൊ നാഗത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് മനുഷ്യ പരിണാമത്തിന് വേണ്ടി. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്, അനന്തനാഥ സ്വാമിയുടെ പ്രതിഷ്ഠാപനം. ഇതെല്ലാം കണ്ടുകൊണ്ട് 1000 വർഷം 2000 വർഷം ഊർജ്ജസ്വരമായിരിക്കുന്ന ഒരു പ്രതിഷ്ഠാപനം നമുക്ക് പൂർത്തീകരിച്ചാൽ അത് വലിയൊരു പരിണാമം തന്നെ തീരും. അപ്പം പല രീതിയിലും ആത്മീയപരമായുള്ള ഒരു ക്രമീകരണത്തിന് വേണ്ടി ഈ ആദിഗുരുജി എന്ന് പറയുന്ന ഞാൻ ഏകദേശം ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പേ ഒരു ഓൺലൈൻ പ്രോഗ്രാം 21 ദിവസം ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാം എടുത്ത് തുടങ്ങിയ ഒരാളാണ്. അത് തുടങ്ങുകയും അതിലുണ്ടായിരുന്ന ആളുകൾക്ക് എന്റെ അരികിൽ വരാൻ, അപ്പോഴാണ് ഞാൻ ശ്രേഷ്ഠനായിട്ടുള്ള ശിഷ്യര് വരുമ്പോഴാണ് ഗുരുവിന്റെ ഉള്ളിലെ ഗുരുത്വം അല്ലെ ആ ഗുരുവിന്റെ ശക്തി ഉണരുന്നതെന്ന് പറയുന്നത് പോലെ എന്നിലൂടെ പരിണാമപ്പെടാനായിട്ട് തയ്യാറെടുത്ത് വന്നവർക്കെല്ലാം തന്നെ ഞാൻ എന്താന്നുള്ള തിരിച്ചറിവുകൾക്ക് എത്താൻ പറ്റി. എന്നെ അറിയുന്നത് എന്താണ്? ഞാൻ ശിവബോധത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. എന്റെ ശിവബോധത്തിൽ ഞാൻ നിലകൊണ്ട് നിൽക്കുമ്പോൾ ആ ബോധം എന്റെ ശിഷ്യരിലേക്കും പകരാൻ തുടങ്ങി. അതിലൂടെ പല ആളുകൾക്കും പല രീതിയിലും പിന്നെ നടത്തിയിട്ടുള്ള പല ഓൺലൈൻ പ്രോഗ്രാംസും ലൈവ് ഇവന്റ്സിലും ഏറ്റവും ശ്രേഷ്ഠത നടന്നിരിക്കുന്ന ശിഷ്യര് വരുമ്പോൾ ഗുരുവിന്റെ ഉള്ളിലെ പൂർണ്ണതത്തെ ഞാൻ അറിയാതെ പോലും അവരിലേക്ക് കൊടുക്കാൻ സാധിച്ചു. ഒരിക്കലും നോട്ട് ഇന്റൻഷൻ, എന്റെ ഇന്റൻഷൻ അല്ല. ഒരു പ്രോഗ്രാംസിൽ ഞാൻ ദീക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം വെച്ചിട്ടില്ലായിരുന്നു. എന്നുവെച്ചാല് ദീക്ഷ എന്ന് പറയുന്നത് പോലും ഞാൻ കൊടുത്തതിന് ശേഷമാണ് അതിന്റെ പൂർണ്ണത്വത്തിനെ ഞാൻ പോലും അറിയുന്നത്. അപ്പൊ അതൊരു തിരിച്ചറിവല്ല, അത് സ്ക്രിപ്റ്റിംഗ് അല്ല, എവിടെ നിന്നും പഠിച്ചിട്ട് വന്നിരിക്കുന്നതല്ല. തന്നെ ഒരു ഗുരുശിഷ്യ ബന്ധവും ആ രീതിയിലുള്ള പരിണാമ പ്രക്രിയകളും സംഭവിക്കുകയായിരുന്നു. ഇന്നും എനിക്ക് അഭിമാനിക്കാം എന്റെ ശിഷ്യനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. അവരാണ് ഇന്ന് ഈ ആദിഗുരുജി ഫൗണ്ടേഷനും ഇവിടുത്തെ ഈ കാണുന്ന ഈ പ്രോപ്പർട്ടികളും കാര്യങ്ങളും എല്ലാം തന്നെ നൽകിയിരിക്കുന്നതും എല്ലാം അവരുടെ ഇതാണ്. എന്നെ സംബന്ധിച്ച് ഒന്നുമില്ലാത്തവനാണ് ഞാൻ. സാമ്പത്തികപരമായി ഒരു ബന്ധങ്ങളില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ, ആരുടെ ഒരു പിടിപാടില്ല, ഒന്നുമില്ലാതെ എന്റെ ശിഷ്യരെ എന്നെ മനസ്സിലാക്കിക്കൊണ്ട് നൽകിയിരിക്കുന്നത്. ഞാൻ അവരോട് ഒന്നും ഒരു വാഗ്ദാനവും കൊടുത്തിട്ടുമില്ല. അതാണ് ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത്. അത് ഉയർന്ന ഒന്നാണ്. അത് പലരിലേക്കും എത്തിക്കുവാനും പലരിലേക്കും ശിവരാജയോഗയുടെ സിദ്ധ പരമ്പരയുടെ മാർഗമായിരിക്കുന്ന അതൊന്നും മറ്റുള്ളവരിലേക്ക് എത്തണം എന്നുള്ള ഇന്റൻഷൻ കൊണ്ട് മാത്രമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇന്ന് ആദിഗുരുജി ഫൗണ്ടേഷൻ നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. അത് കേന്ദ്ര ഗവൺമെന്റിന് അംഗീകാരമുള്ള ഒരു ട്രസ്റ്റാണ്. അപ്പം നമ്മള് ഒരു പ്രോഫിറ്റും പ്രതീക്ഷിക്കാതെ, ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ നമ്മള് ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാനുള്ള ഒറ്റ ഇന്റൻഷൻ, ഇത് ആത്മീയപരമായി തന്നെ പരിണാമപ്പെടുന്ന സാധുസിന് സീക്കിംഗ് ആണ് ആത്മീയത എന്ന് പറയുന്നത്. ഒരു അന്വേഷകൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷണത്തിനും അതേപോലെ തന്നെ കടന്നിറങ്ങാൻ ഒരു സ്ഥലത്തിനുമായിട്ടാണ്. അപ്പം എനിക്കറിയാം ഞാൻ കടന്നു വന്നിരിക്കുന്ന ആത്മീയ ബുദ്ധിമുട്ടും ഇന്ന് എന്റെ അരികിൽ വരുന്നവരുടെ ബുദ്ധിമുട്ടും എല്ലാം തന്നെ ഒരു ഉയർന്ന ഊർജ്ജമുള്ളിടത്ത് അവിടെ മന്ത്രസാധനയാവാം, സിദ്ധപരമ്പര രാജയോഗയാവാം, ഇനി സമാധി പോകാനായിട്ട് ബ്രഹ്മവിദ്യ അഭ്യസിക്കുന്നവരാവാം. ഇവരെല്ലാം ബുദ്ധിമുട്ടത്, ഇവരുടെ ആകെയുള്ള ജോലി, ഇവർക്ക് ഒരു സീക്കിംഗ് ടൈമിൽ ഇവർക്ക് കുറെ പരിമിതികളുണ്ട്. അവർക്ക് പല രീതിയിലും അവരവരുടെ ഉള്ളിൽ നിന്ന് അവർ സീക്ക് ചെയ്യുന്ന ടൈമിൽ പലതിനോടും അവർക്ക് അകന്ന് നിൽക്കേണ്ടി വരും. ആ അകന്ന് നിൽക്കുന്ന സമയത്ത് അവർക്ക് അതിൻ്റെതായിട്ടുള്ള പല ലിമിറ്റേഷൻസും ഉണ്ട്. വിസർജനത്തിനും അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും മാത്രമാണ് അവർ സമയം കണ്ടെത്തുന്നത്. പ്രാണഗതി അത്രത്തോളം കുറച്ചു നിർത്തിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അവർ കടന്നു പോകുമ്പോൾ അവർക്ക് അതിനുള്ള സൗകര്യം വേണം. എന്നുവെച്ചാൽ അതിന് സാധ്യതയുള്ളിടത്ത് ഇപ്പൊ യോഗീശ്വര ലിംഗ സന്നിധി ഒരു സാധ്യതയാണ്. ആ സാധ്യത ഉപയോഗിക്കാൻ ധാരാളം ആളുകൾ കാത്തിരിക്കുന്നുണ്ട്, ധാരാളം ആളുകൾ അവിടെ നിന്ന് അനുഭവിക്കുന്നുണ്ട്. ഇന്ന് എന്നിൽ നിന്ന് ധാരാളം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. പലതും അവർക്ക് കൊടുക്കാൻ എനിക്ക് തയ്യാറുമാണ്. നമ്മൾ തന്നെ എപ്പോഴും തന്നെ പലപ്പോഴും പല ആളുകളും വിചാരിക്കും ഇത് പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാണ്, ആത്മീയത ഇന്ന് കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ്. അങ്ങനെ പലരും ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടല്ല എത്തിയിരിക്കുന്നത്. എന്റെ വാക്കുകളല്ല, എന്റെ ഹൃദയത്തിൽ എന്റെ ഗുരുവിനെ തൊട്ട് ഞാൻ പറയുകയാണ്. ഇതൊരിക്കലും ആരെയും വഞ്ചിക്കാനോ ചതിക്കാനോ തുടങ്ങിയിരിക്കുന്ന ഒരു പ്രസ്താവനമല്ല. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങളാകുന്ന ശിവബോധത്തെ അറിയിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ആദ്യ സമയത്ത് പല ഈവന്റ്സും പല ഓൺലൈൻ പ്രോഗ്രാംസും ഒക്കെ തന്നെ ഫ്രീ ആയിട്ട് കൊടുത്തു. ആ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോഴും നമ്മളാണ് സഫർ ചെയ്യുന്നത്. ശ്രേഷ്ഠരായിട്ടുള്ള ശിഷ്യരുള്ളതുകൊണ്ട് നമ്മള് നിന്ന് ഇത്രയും കാലം എന്ത് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ഫ്രീ ആയിട്ട് നൽകുമ്പം അത്
കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റില്ല, കൂടുതൽ പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല. ഇന്നൊരു വസ്തു വാങ്ങാനോ ഒരു കൺസ്ട്രക്ഷൻ പൂർത്തീകരിക്കാനോ ഒരു ലിംഗപ്രതിഷ്ഠ ചെയ്യാനോ ആ വിഗ്രഹം പോലും ഫ്രീ ആയിട്ട് ആരും തരില്ല. അതെല്ലാം കൊണ്ട് നമ്മൾ പണം വാങ്ങും. ആ പണം വാങ്ങുന്നത് എന്താണ്? നമ്മൾക്ക് കിട്ടുന്ന, നമ്മൾ പോലും അതിൽ നിന്ന് നമ്മളിലേക്ക്, നമ്മുടെ വീട്ടിലേക്കോ അല്ലെ വലിയ വീടോ കാറോ ഒന്നും വാങ്ങാനല്ല, അതിലുള്ള ആളുകൾക്ക് തന്നെ ആത്മീയപരമായുള്ള സീക്കിങ്ങിന് ഇതൊരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു സാമൂഹികപരമായ ഒരു ഉത്തരവാദിത്തമായതുകൊണ്ടാണ് അതിൽ വരുന്ന ആൾക്കാർ കോൺട്രിബ്യൂഷൻ ചെയ്യണം. ഈ ഭൂമി ഒരിക്കലും അസ്തമിക്കുകയില്ല. അതിൽ വരുന്നവരെല്ലാം തന്നെ അതിന്റെ ഭാഗവത്തായി പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പല ആളുകളും കമന്റ് ഇടുമ്പോ അതിന് 5000 രൂപ, ഇതിന് ഇത്ര രൂപ. അല്ലല്ല, അതിനെല്ലാം ചാർജുകളുണ്ട്. അത് ഇതെല്ലാം തന്നെ ഇതൊരിക്കലും ഇത് ഒരു ഊർജം കൊണ്ട് എടുക്കുന്നതാണ്. ഇതിന് ആ രീതിയിലുള്ള പരിണാമം ഇതിന് സാധ്യവുമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പം കുറേയേറെ ആക്രമണം ഇത് എന്താന്ന് പറയുന്നത്, നമ്മളിപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഏകദേശം നമ്മുടെ ഈ ഒരു പ്രോഗ്രാംസ് ധാരാളം ഓൺലൈനായിട്ട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ശിവരാത്രിക്കും അതേപോലെ ധാരാളം ആളുകൾ നമ്മളിലേക്ക് ഇപ്പം വന്നു ചേരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില ആളുകൾ അവരുടെ ആയിട്ടുള്ള ചില രീതിയിലുണ്ടാകുന്ന വിമർശനങ്ങളും പറയാറുണ്ട്. പറയുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് എതിരെ വെച്ചാൽ എപ്പോഴും സത്യം. ഇപ്പൊ ഞാൻ ഡ്രാമ ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കേൾക്കുന്നതിനൊന്നും തന്നെ ഒരു കുഴപ്പവുമില്ല, എന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ട്രൂത്ത്ഫുൾ ആയിട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതൊന്ന് ഇറിറ്റേറ്റ് ചെയ്തേക്കാം. അത് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾ ട്രൂത്ത് ഉള്ളത് കൊണ്ടാണ്. ആ ട്രൂത്തിനെ അവർ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ നമ്മൾ അതിലേക്ക് എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത് ചിന്ത വരും. അത് നിസ്സാരം, അത് നമ്മുടെ നിഷ്കളങ്കത കൊണ്ടുണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് ഒരാള് ഞാൻ ഗുരുജിയിൽ നിന്ന് ദീക്ഷ എടുത്തിട്ടുണ്ട്, ഓൺലൈനായിട്ട് ദീക്ഷ എടുത്തു. അപ്പം അതെന്റെ ടെക്നിക്കൽ ടീമിലുള്ള ഒരാളാണ് കാണിച്ചത്. അപ്പൊ ഗുരുജി ആരാണ് എന്നോട് ദീക്ഷ? ഓൺലൈനായിട്ട് നമ്മൾ അങ്ങനെ ദീക്ഷ കൊടുക്കുന്നു ഇതുവരെ പറഞ്ഞിട്ട് പോലും നമ്മൾ പ്രോഗ്രാമിൽ വെച്ചിട്ടില്ലല്ലോ. ബ്രാഹ്മി 21 ഡേയ്സിൽ പോലും ദീക്ഷ ഉണ്ടെന്ന് പറയുന്ന പോലുമല്ല. അപ്പൊ അങ്ങനെയുള്ള ഒന്നിൽ പോലും ആ രീതിയിലൊന്നും നമ്മളൊരു അഡ്വർടൈസ്മെന്റ് നമ്മുടെ ദീക്ഷയെ കുറിച്ച് നമ്മൾ വെച്ചിട്ടില്ല ഒരു ഓൺലൈൻ പ്രോഗ്രാംസിൽ. ഇപ്പോഴാണ് ദീക്ഷയെ കുറിച്ച് മഹാശിവരാത്രിയുടെ വരുന്നുണ്ട് നമ്മൾ പറയുന്നത്. മറ്റുള്ള ഒരു പ്രോഗ്രാംസിൽ ദീക്ഷ എന്നുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഓൺലൈനായിട്ട് ഒന്ന് കൊടുത്തിട്ട്. അപ്പൊ ഞങ്ങൾ പേയ്മെന്റ് ഇട്ട് കൊടുത്തു 3000 രൂപയുടെ എന്താ പറയാ അതിന്റെ പേയ്മെന്റ്. കോഴ്സിന്റെ പേര് എന്താ ചോദിക്കാൻ പറ്റും, മെസ്സേജ് ഇട്ട് കോഴ്സിന്റെ പേര് അവൻ ഇട്ടുന്നില്ല. പേയ്മെന്റ് അടച്ചോ 3000 രൂപ അടച്ചോ, എന്നാൽ പേയ്മെന്റ് റെസീറ്റ് ഇട്ട് തരാൻ പറ്റും. നമ്മുടെ ഫൗണ്ടേഷനിലേക്കാണ് എല്ലാ പൈസയും വരുന്നത്, അത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പം പേയ്മെന്റിന് റെസീറ്റ് ഇല്ല. എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് ഞങ്ങളൊരു പണി കൊടുക്കുന്നുണ്ടെന്ന്. അപ്പൊ എന്ത് പണിയാ കൊടുക്കുന്നതെന്ന് ചോദിച്ച് തിരിച്ച് റിപ്ലൈ എടുക്കാത്തപ്പോഴെല്ലാം മെസ്സേജ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആ 3000 രൂപ ഇട്ടെന്ന് പറഞ്ഞതും ആ പണി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത് വിട്ടു. അത് പിന്നെ നമ്മുടെ ടെക്നിക്കൽ ടീമിൽ ബുദ്ധിയുള്ള പിള്ളേരായതുകൊണ്ട് അയാളുടെ പേര് അഡ്രസ്സ് തൊട്ട് ഫോട്ടോസ് സഹിതം നമ്മൾ കണ്ടുവച്ചിട്ടുമുണ്ട്. അത് പക്ഷെ നമ്മള് ആരെയും ദ്രോഹിക്കാനോ ഒന്നിനുമല്ല. നമ്മൾ പക്ഷെ പല ആളുകളും പല രീതിയിലും അങ്ങനെയുള്ള വിമർശനാത്മകമായി വരുന്നുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കുന്നില്ല. നല്ല നല്ല ആളുകളും വരുന്നുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ജർമ്മനിയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് അവിടെ ഈവെന്റ്സ് നടത്തണം, അവിടുത്തെ മലയാളി ആൾക്കാരെല്ലാം കൂടി ചേർന്നു, അവിടെയുള്ള ആളുകളെല്ലാം കൂടി ഈവെന്റ്സിന് വേണ്ടി പദ്ധതി ഒരുക്കുന്നുണ്ട്. അപ്പൊ പല രാജ്യങ്ങളിൽ നിന്നും അവസരങ്ങളും വരുന്നുണ്ട്. ഫൗണ്ടേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലും അവിടെ ഈവെന്റ്സ് കണ്ടക്ട് ചെയ്യണം എന്നുള്ള രീതിയിലും അതെല്ലാം നമ്മൾ എടുക്കുകയും, പക്ഷെ എന്നാൽ പോലും നമുക്ക് തന്നെ കുറച്ച് നിഗമനങ്ങളുണ്ട്. ആറുമുഖക്രിയ അറ്റൻഡ് ചെയ്യണമെന്നോ 90 ദിവസം കംപ്ലീറ്റ് ചെയ്യണമെന്നും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു കാര്യം ക്രമീകരിക്കും. ഇപ്പൊ സൃഷ്ടി ഊർജം കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ശിവരാത്രിയുടെ അത് നമ്മള് ഒരു പ്രോഗ്രാംസിന് നിഗമനമില്ല. നമ്മുടെ ആറുമുഖക്രിയ അറ്റൻഡ് ചെയ്തിട്ട് വരണം എന്നുള്ള രീതിയിൽ നിർബന്ധം വെക്കാതെ ആളുകളെ നമ്മൾ ക്ഷണിക്കുന്നത്. അതേസമയം ഇങ്ങനെയൊക്കെയുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിതാക്കുമ്പോൾ ഞാൻ ഫ്രോഡാണ്, ഞാൻ തട്ടിപ്പാണ്, അങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാംസ് എന്ന ഒറ്റ ആളോട് നിങ്ങൾക്ക് ഈവെന്റ്സിന്റെ എല്ലാ വീഡിയോസും ഇട്ട് നോക്കാം. എല്ലാ വീഡിയോസിലും അതിൽ വന്നിരിക്കുന്ന എല്ലാം ചോദിക്കാം, നമ്മൾ ആരെങ്കിലും അവർ പറഞ്ഞത് അവർക്ക് കിട്ടിയതിന്റെ 4 പോലും അവരുടെ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഒരു ദീക്ഷയാവട്ടെ ലക്ഷങ്ങളോ കോടികളോ ഒന്നും കൊടുത്തില്ല. പക്ഷെ അവർക്ക് സാധ്യമുണ്ട്. കുണ്ടലിനി ചൈതന്യം തൊട്ട് അവരുടെ ചക്രങ്ങളും മുഴുവൻ അവർ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. എന്റെ പ്രാണശക്തി അവരിലേക്ക് ധാരാളം കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും തന്നെ ഒരു പ്രതിഫലം ഉയർന്ന രീതി വാങ്ങിച്ചിട്ടില്ല. ഇന്നാണെങ്കിലും അത് വാങ്ങുന്നില്ല. അപ്പോ ഒരു കാരണവശാലും നമ്മളിവിടെ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാന് എപ്പോഴും എന്റെ ഉള്ളിൽ കിട്ടുന്നൊരു ആനന്ദമുണ്ട്. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും തന്നെ ഒന്നുമേ അല്ല. പക്ഷെ ഞാൻ ഉത്തരവാദിത്വത്തിലാണ്, എന്റെ ഗുരുവിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റിലാണ്. അത് മാത്രമല്ല എന്നെ മൂവ് ചെയ്യുന്ന. നിങ്ങള് ഏതെങ്കിലും രീതിയിലൊരു ഇത് കാണിക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഒന്നുമില്ലെങ്കിൽ എല്ലാം നിർത്തി ഞാൻ വല്ല ഹിമാലയയിലേക്കും പോവാം, അവിടെ പോയിരുന്ന് തപസ് ചെയ്യാം എന്ന് ഞാനൊരു ഇത് തീരുമാനിച്ചറിയാൻ കഴിഞ്ഞാല് എപ്പോഴും
ഒരു ആത്മമുക്തിയിലേക്ക് പോകുന്ന ഒരാള് അല്ലെങ്കിൽ സമാധിയിലേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ മനുഷ്യൻ നേരിടാൻ പോകുന്ന ദുഃഖങ്ങളും അതിനുവേണ്ടി ഈ ഭൂമിക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിനാണ് ഞാൻ ചെയ്യുന്നത്. ഏതൊരു ഉത്തരവാദിത്വത്തിനും അതിന്റെ പിന്നാലെയുള്ള ഒരു സാഹചര്യങ്ങൾ ഒരുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലാണ് ആദിഗുരുജി ഫൗണ്ടേഷൻ പോകുന്നത്. ഇവിടെ നിന്നും സത്യസന്ധമായുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഹിമാലയയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു പരിണാമം ആഗ്രഹിക്കാത്ത, കുറച്ച് ദ്രോഹം ചെയ്യാൻ അല്ലെങ്കിൽ മനുഷ്യനെ അവന് സ്പിരിച്വലായിട്ട് ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളും പലതും പറയും. അതിനൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട ശിഷ്യരെല്ലാം തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ശ്രേഷ്ഠരായിട്ടുള്ള എന്നിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്നെ അകറ്റി നിർത്തിയാൽ കിട്ടാനുള്ളവർക്ക് അത് എന്നിൽ നിന്ന് കിട്ടേണ്ടവർക്കാണ് അത് നഷ്ടപ്പെടുന്നത്. എപ്പോഴും നിങ്ങൾ നോക്കണം, ഗുരുശിഷ്യ ബന്ധം സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ഉണ്ടാവുന്നതല്ല. ഗുരുശിഷ്യ ബന്ധം എപ്പോഴാണെങ്കിലും ഗുരുവിന്റെ ശ്രേഷ്ഠത വർദ്ധിക്കുന്നതിനനുസരിച്ച് ശിഷ്യർ തന്നെ എത്തിച്ചേരും. ഗുരുവും ശിഷ്യരുടെ ഇടയിലേക്ക് തന്നെ എത്തിച്ചേരും. അതിന് ഡ്രാമയൊന്നും ആവശ്യമില്ല ഒരിക്കലും.